നിങ്ങൾ രണ്ടാളും കടയിലേക്ക് വരണം, തെളിവെടുപ്പിനാ. അന്നെന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കൊടുക്കും. സാറേ, ഞാൻ രാത്രി ഒച്ചത്തിൽ പറ, കേൾക്കുന്നില്ല. ഞാൻ രാത്രി 9 മണിക്ക് സ്റ്റീഫനെ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ കവലയിൽ ഇറക്കി. രാവിലെ പത്രം എടുക്കാൻ പോയ കൂട്ടത്തിൽ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ തിരിച്ചു വിട്ടു. അത്രേ ഉള്ളൂ. അപ്പം നിനക്ക് ഈ മോഷണത്തിൽ നേരിട്ട് പങ്കില്ല? സാർ, ഞാൻ അകത്തോട്ട് കയറിയിട്ടില്ല സാർ. കയറിയില്ല? അത് നീ പറഞ്ഞ സത്യമാണ്. പക്ഷെ നീ പറഞ്ഞ കഥയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നീ പറഞ്ഞ പോലെ നീ രാത്രിയല്ല സ്റ്റീഫൻ ഇവിടെ കൊണ്ടുവന്നിറക്കിയത്. മോഷണം നടന്നിരിക്കുന്ന പകലാണ്. മോഷണത്തിന് ശേഷം വൈകിട്ട് നീ സ്റ്റീഫനെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിൽ എൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. പിന്നെ സ്റ്റീഫൻ ഒറ്റയ്ക്കല്ല ഈ മോഷണം ചെയ്തിരിക്കുന്നത്. ഈ മോഷണത്തിന്റെ മാസ്റ്റർ മൈൻഡ് ഈ കൂട്ടത്തിലുണ്ട്. അതാരാണെന്ന് ഞാൻ പറയണോ, അല്ലെങ്കിൽ നീ പറയൂ? ആ പെണ്ണുങ്ങളെന്തേ? പിള്ളേരെ നോക്കാൻ പറ്റിയോ? നീ വല്ലാണ്ട് അങ്ങോട്ട് വിശ്വസിച്ചു പോയല്ലേ? ഞങ്ങൾക്ക് വേണ്ട റൂട്ടാണ് ആനിയിലേക്കും ലൂട്ടിലേക്കും.
പാലായിലേക്കായിരിക്കും പോയത്. നിങ്ങൾ ഉടനെ പാലയിലേക്ക് എത്തണം. ഓക്കെ സാർ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൾ ബസ് സ്റ്റാൻഡിലേക്കായിരിക്കും പോവാ. ചേട്ടാ എത്ര? 10 രൂപ. സാർ, ആനി ബസ് സ്റ്റാൻഡിലോട്ട് കയറി പോട്ടെ. അറസ്റ്റ് ചെയ്യും. പക്ഷെ അവളുടെ കയ്യിലൊന്നുമില്ല. ധൃതി പിടിക്കണ്ട സാർ, അവൾ ബസ് കയറാനല്ല ക്ലോക്ക് റൂമിലേക്കാണ് പോകുന്നത്. താ പറയുന്നത് കേട്ടാൽ മതി. അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യണം. ബാഗ് വെച്ച് വെച്ചു. സാർ, തൊണ്ടി മുതലും കിട്ടിയിട്ടുണ്ട്, ആനയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നീ അവിടെ പോയിരിക്കും. സാറ് നോക്കിക്കോണേ. സാർ, ഈ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടായിരുന്നോ? യെസ്, ഉണ്ടായിരുന്നു. സാർ, കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? 3 പേരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തൊണ്ടി മുതൽ മുഴുവനായിട്ട് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞോ? യെസ്, ലോസ്റ്റ് പ്രോപ്പർട്ടി ഹാസ് ബീൻ റിക്കവർഡ്. സിയുടെ കേസ് അന്വേഷണത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? See, it was a very difficult case and all credit goes to him, CA Farooq and his team. വളരെ സാഹസികമായിട്ടാണ് അവർ കുറ്റവാളികളെ പിടികൂടിയത്. ബാക്കി അവർ നോക്കും. ഓക്കെ, സാർ, വൺ മോർ ക്വസ്റ്റ്യൻ സാർ. വേണ്ട. ഗുഡ് ജോബ്. ഞാൻ ജയിപ്പ്. ഇതിന് എത്ര നാൾ കിട്ടുമായിരിക്കും? ടെസ്റ്റ് കേസ് അല്ലേ, ഒരു 3 വർഷം കിടക്കേണ്ടി വരും. നല്ല നടപ്പാണെ അതിന് മുന്നേ ഇറങ്ങാം. അയാളെ വിശ്വസിക്കാവോ? ഇപ്പൊ തന്നെ നമുക്ക് രക്ഷപ്പെട്ടാലോ? നമ്മളിപ്പോൾ എവിടെ നിന്ന് പോയാൽ എപ്പോഴെങ്കിലും പോലീസ് നമ്മളെ പിടിക്കും. അപ്പോൾ ഒരു വഴിയുണ്ട്, നിന്നെ അവർ പിടിക്കണം. ഞാൻ വിടി വരാം. നീ വഴി തന്നെ. ആനി പാലായിലേക്കായിരിക്കും പോയത്. നമ്മളെ അവർ പിടിച്ചു എന്ന് അവർക്ക് തോന്നുന്നു. അപ്പൊ ഗോൾഡ് അവർ പിടിക്കുമ്പോൾ തൊണ്ടി മുതൽ വേണ്ടേ? വേണം. നമ്മളുടെ കയ്യിൽ നിന്നും അയാളെടുത്ത നമ്മളുടെ ഷെയർ. ഈ ആള് കൂടുന്നിടത്ത് അതൊരു ബസ് സ്റ്റാൻഡിലെ ക്ലോക്ക് റൂമിൽ സ്വർണം വെച്ചാൽ ആരും ശ്രദ്ധിക്കില്ലെന്ന് അയാൾ വിചാരിച്ചു. അപ്പോൾ നമുക്കുള്ളത് അത് അപ്പാപ്പയുടെ കല്ലറയിൽ സേഫ് ആയിരിക്കും.